പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ ദൈവവചന ചിന്ത നിങ്ങളോട് പങ്കിടുവാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ കൊളംബിയയിലാണ് ആയിരിക്കുന്നത്. ഇവിടെയുള്ള ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായിട്ട് പോകുന്നു. എന്നോടൊപ്പം പാസ്റ്റർ ബ്രണ്ടൻ്റെ ചർച്ചിൻ്റെ ലീഡ് പാസ്റ്ററും പാസ്റ്റർ ജോണിയും ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പാസ്റ്റേഴ്സ് മീറ്റിംഗ്, ലീഡേഴ്സ് മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം അനേക ദൈവമക്കൾക്കുണ്ടാകുന്നത് കാണാൻ ദൈവമിടയാക്കി. പല പട്ടണങ്ങളിലും പല ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അവിടെയുള്ള ലോക്കൽ സഭകൾ സന്ദർശിക്കാനും അവിടെയുള്ള ദൈവദാസന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഒക്കെ ദൈവ അവസരങ്ങളെ തന്നു. സാൻഗിൽ എന്നാണ് ഈ പട്ടണത്തിൻ്റെ പേര്. ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ തുടർന്ന് ശുശ്രൂഷിക്കുകയും പല സ്ഥലങ്ങളിൽ കടന്നു പോവുകയും ചെയ്യും. തുടർന്നും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ദൂത് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുക. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എന്നെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പുതിയ നിയമത്തിലെ അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. ഈ 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് ശമര്യയിലൂടെ കടന്നു ചെന്ന് അവിടെയുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നതും അവളുടെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതും പിന്നീട് ആ സ്ത്രീ മുഖാന്തരം ഒരു പട്ടണം മുഴുവനെ യേശുക്രിസ്തുവിനെ അറിയുന്നതുമായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുമായിരുന്നു വചനം കേൾക്കാൻ, വിടുതൽ അനുഭവിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ. പലരും വന്ന് യേശുവിനെ കാണുകയും സൗഖ്യം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ തിരക്കുള്ള ഒരു ശുശ്രൂഷകനാണ് യേശു കർത്താവ്. എന്നാൽ ക്രൗഡ് പുള്ളറായ അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന, എല്ലാവരും വന്ന് തൊടാനും കാണാനും ആഗ്രഹിക്കുന്ന ഈ വലിയ പ്രഭാഷകൻ ഇപ്പോൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് നടന്ന് നീങ്ങി ശമരിയ എന്ന പട്ടണത്തിലേക്ക് കടന്നു വരിക. ശമരിയ പട്ടണത്തിൽ യഹൂദന്മാരാരും കടന്നു ചെല്ലാറില്ല. അവരെ നികൃഷ്ടരായിട്ടാണ് എണ്ണുന്നത്. അവിടെ ഒരു വ്യക്തി, ഒരു യഹൂദൻ കടന്നു ചെന്നാൽ അവിടെ ഉള്ളവരുമായിട്ട് സഹകരിക്കുകയോ സംഭാഷണം നടത്തുകയോ അവരിൽ നിന്ന് ഒന്നും കൈക്കൊള്ളുകയോ ചെയ്യാറില്ല. അങ്ങനെ ചെയ്താൽ അവർ അശുദ്ധരാകുമെന്നാണ് അവരുടെ മതം അവരെ പഠിപ്പിച്ചത്. എന്നാൽ യേശു ഇതൊക്കെ, ഈ മതത്തിൻ്റെ പല ചിട്ടകളും തെറ്റിച്ച് ആ പട്ടണത്തിൽ കടന്നു ചെല്ലുക. നമുക്കറിയാം, 6-ാം മണി നേരത്തെ യേശു ഒരു കിണറിനരികെ കാത്തിരിക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ കടന്നു വരും. സാധാരണ സ്ത്രീകൾ വെള്ളം കോരുവാൻ കടന്നു വരാത്ത ഒരു സമയമാണ്. എന്നാൽ ആ സമയത്ത് അവിടെ കടന്നു വന്ന സ്ത്രീയോട് യേശു സംസാരിച്ചു തുടങ്ങി. താൻ ആദ്യം അവളോട് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരിക എന്ന്. തുടർന്നുള്ള വചനഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യേശു ശരിക്കു പറഞ്ഞാൽ ആ സ്ഥലത്ത് കടന്നു വന്നത് തൻ്റെ ദാഹം മാറ്റാനായിരുന്നില്ല. അവിടെ കടന്നു വന്ന ആ സ്ത്രീയുടെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കാനായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ അതുവരെ അനുഭവിച്ച തിരസ്കരണവും വേദനയും ദുഃഖവും ഒക്കെ മാറ്റി അവളെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ യേശു അവിടേക്ക് നടന്നു ചെന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഏകാന്തതയുടെ നടുവിൽ, നമ്മുടെ വേദനകളുടെയും ഒറ്റപ്പെടലുകളുടെയും നടുവിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മളെ സൗഖ്യമാക്കാൻ, നമ്മളോട് സംസാരിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. എൻ്റെ യേശു ഇന്നും വ്യക്തികളോട് സംസാരിക്കുന്നു. ഞാനൊരു സുവിശേഷകനായി തീർന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അനേക മുറിവേറ്റ, തിരസ്കരിക്കപ്പെട്ട വ്യക്തികൾ ഇന്നും ലോകത്തിലുണ്ട്. അവരുടെ അടുക്കൽ ചെന്ന് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഇവരിലുണ്ടാകുന്ന മാറ്റം അസാധാരണമാണ്. ഇന്ന് ഈ യൂട്യൂബിലൂടെ ഞാൻ വചനം നിങ്ങളോട് പങ്കിടുമ്പോൾ വളരെ തിരക്കുള്ള ഈ സ്കെഡ്യൂൾസിനിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള, നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രചോദനപ്പെടുത്തുന്ന കാരണം ഇത് തന്നെയാണ്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഒരാളെങ്കിലും ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിപ്പാൻ കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹമാണ്. യേശു നമ്മളെ സ്നേഹിക്കുന്നു. യേശു നമ്മുടെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് നടത്താൻ ആഗ്രഹിക്കുന്നു. ആരുമില്ലെന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തിയാണോ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ശമരിയക്കാരി സ്ത്രീയുടെ അനുഭവം പരിശോധിച്ചാൽ അവൾ പല ബന്ധങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പല പുരുഷന്മാരുടെ അടുക്കൽ അവൾ പോയിട്ടുണ്ട്.
പലരുമായിട്ട് അവൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ അവൾക്കുണ്ടായത് ഒറ്റപ്പെടുത്തലും വേദനയും ഒക്കെ. അവരെല്ലാവരും ഒന്നുകിൽ അവളെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവൾ അവരെ വിട്ടിട്ട് പോയി. അവൾ പ്രതീക്ഷിച്ചതൊന്നും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചില്ല. അവൾ പ്രതീക്ഷിച്ചത് അംഗീകാരവും സ്നേഹവും ദൈവികമായ കരുതലുമൊക്കെയാണ്. എന്നാൽ അതൊന്നും അവൾക്ക് ലഭിച്ചില്ല. ഇവിടെ യേശു അവളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ യേശു അവളോട് സംസാരിക്കുകയാണ്. ആ അധ്യായം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതം മാറി മറിഞ്ഞു. യേശുവിനോടുള്ള ഒരു സംഭാഷണം അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും മാറ്റി. അവളുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന നിരാശകളൊക്കെയും മാറി. അവൾക്ക് സന്തോഷമുണ്ടായി. വെള്ളം കോരാൻ വന്നവൾ അതെല്ലാം അത് ഉപേക്ഷിച്ച് അവൾ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് പട്ടണത്തിലുള്ളവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾ വേദനയിലൂടെ ഒറ്റപ്പെടലിലൂടെ ഒക്കെ കടന്നു പോവുകയാണെന്നോ, യേശുവിന് നിങ്ങളെ മാറ്റാൻ കഴിയും കേട്ടോ. യേശുവിന് നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുക. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കൊടുക്കുക. തുറന്നു പറയുക. ഇന്നലത്തെ മെസ്സേജ് നിങ്ങൾ കേട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു സ്നേഹിതനാണ് യേശു. ഇന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരും എന്നെ ശ്രദ്ധിക്കാനില്ല ബ്രദറെ, എൻ്റെ വേദന കേൾക്കാൻ ആരുമില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുക, എല്ലാവരും എന്നെ വിട്ടിട്ട് പോയി, കുടുംബജീവിതത്തിൽ ഒറ്റപ്പെടൽ, തകർച്ച, ഫ്രണ്ട്ഷിപ്പുകളിനകത്ത് തകർച്ച, അങ്ങനെ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? യേശുവിന് നിങ്ങളെ വേണം. യേശു ഇന്ന് നിങ്ങളെ തൊടുകയാണ്. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീരിനെ തുടയ്ക്കാൻ, മനസ്സിൻ്റെ ഭാരത്തെ നീക്കാൻ യേശു നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ തന്നെ നിങ്ങളെ തൊടട്ടെ, സ്പർശിക്കട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം കൂടെയുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആത്മഹത്യ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ പരിഹാരമല്ല. അവിടെ കൊണ്ടെല്ലാം തീർന്നെന്നാണ് നിങ്ങൾ കരുതുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോൾ ഇരുട്ടുള്ളൊരു മുറിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് പുറത്തു വന്നാൽ വളരെ വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് കാണാം. നിങ്ങളെ ഒരു വ്യക്തി ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടായ ഒരു തകർച്ച കൊണ്ട് എല്ലാം ക്വിറ്റ് ചെയ്യരുത്. ആ കുടുംബ ബന്ധത്തെ റീജോയിൻ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരു ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. എല്ലാം തകർന്ന ഒരു ജീവിതമാണെങ്കിലും അതിനെ പുനഃസ്ഥാപിക്കാൻ, അതിനെ വീണ്ടും രൂപപ്പെടുത്താൻ എൻ്റെ യേശുവിന് കഴിയും. ഇന്നത്തെ മെസ്സേജിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ യേശു രൂപാന്തരപ്പെടുത്തട്ടെ. ഒരു സ്ത്രീക്ക് വേണ്ടി യേശു ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കുകയും വിടുതലിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേട്ട ശേഷം നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കരം എപ്പോഴും നിങ്ങളുടെ അരികിലുണ്ട്. സഹായിപ്പാൻ കർത്താവ് കൂടെയുണ്ട്. ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ദിവസങ്ങളിലും വചന സന്ദേശങ്ങൾ കേൾക്കുക. ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മെസ്സേജ് ബ്ലസ്ഡ് ആയെങ്കിൽ 1-2 പേർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. മേ ഗോഡ് ബ്ലസ് യു.